ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് 52ാം ഭേദഗതിയാണ്. 52ാം ഭേദഗതിയിൽ നമുക്ക് പ്രധാനമായും പഠിക്കേണ്ടുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. ആദ്യം തന്നെ 52ാം ഭേദഗതി പാസ്സാക്കപ്പെടുകയും നിലവിൽ വരികയും ചെയ്ത വർഷം പഠിച്ചിരിക്കുക. ഏത് വർഷമാണ്? 1985ആണ്. 1985ലാണ് 52ാം ഭേദഗതി പാസ്സാക്കുകയും നിലവിൽ വരികയും ചെയ്യുന്നത്. 52ാം ഭേദഗതി പാസ്സാക്കുമ്പോഴും നിലവിൽ വരുമ്പോഴും ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ആയിരുന്നു. അത് അംഗീകരിച്ച പ്രസിഡന്റ് ഗ്യാനി സെയിൽ സിംഗ് ആയിരുന്നു. അപ്പൊ രാജീവ് ഗാന്ധി ആയിരുന്നു പ്രധാനമന്ത്രി, ഗ്യാനി സെയിൽ സിംഗ് ആയിരുന്നു പ്രസിഡന്റ്. അപ്പൊ 52 എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരേണ്ടത് അതിന്റെ വർഷമാണ്. 1985ആണ്. പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ആണ്, പ്രസിഡന്റ് ഗ്യാനി സെയിൽ സിംഗ് ആണ്. ഇനി 52ാം ഭേദഗതി പ്രതിപാദിക്കുന്ന വിഷയം എന്താണ്? കൂറുമാറ്റ നിരോധന നിയമമാണ്. ഈ ഒരു 52 കൂറുമാറ്റം എന്ന് കേട്ട് കഴിഞ്ഞാൽ 52 എന്നുള്ള നമ്പർ നമ്മുടെ മനസ്സിൽ വരണം. ഓക്കെ, അപ്പൊ കൂറുമാറ്റ നിരോധന നിയമത്തെ പറ്റിയിട്ടാണ് പ്രധാനമായും 52ാം ഭേദഗതിയിൽ പറയുന്നത്. അതായത് എന്താണ് കൂറുമാറ്റം എന്ന് ചോദിച്ചാൽ, ഒരു പാർട്ടിയുടെ പാർലമെന്റ് അംഗമോ നിയമസഭാ അംഗമാവുകയോ ചെയ്ത വ്യക്തി പ്രസ്തുത പാർട്ടിയുടെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചാൽ കൂറുമാറ്റ നിരോധന പ്രകാരം സഭാംഗത്വം നഷ്ടപ്പെടും. ഇതാണ് മെയിൻ ആയിട്ടും കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ ആ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ഒരു പാർട്ടിയുടെ ആ ലേബലിൽ നിന്നും പാർലമെന്റ് അംഗമാകുന്ന അല്ലെങ്കിൽ നിയമസഭയിൽ അംഗമാകുന്ന ഒരു വ്യക്തി, ആ വ്യക്തി ആ സ്ഥാനത്ത് കയറി കഴിഞ്ഞതിന് ശേഷം പാർട്ടിയുടെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അവരെ എന്ത് ചെയ്യാൻ സാധിക്കും? ആ സഭയിലെ അംഗത്വം നഷ്ടപ്പെടുത്താനായിട്ട് സാധിക്കും. ഏത് നിയമപ്രകാരം? കൂറുമാറ്റ നിരോധന നിയമപ്രകാരം. മനസ്സിലായോ? അപ്പൊ അതാണ് കൂറുമാറ്റ നിരോധന നിയമം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ 52ാം ഭേദഗതി പ്രകാരം പ്രധാനമായും മാറ്റം സംഭവിച്ച അനുച്ഛേദങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാല്, ഒന്ന് ആർട്ടിക്കിൾ 102 ആർട്ടിക്കിൾ 102ലാണ് പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയെ പറ്റി പറയുന്നത്. അതായത് ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് പാർലമെന്റ് മെമ്പേഴ്സിനെ പറ്റി പറയുന്നത് 102ലാണ്. 191ലാണ് എന്തിനെ പറ്റി പറയുന്നത്? നിയമസഭാ അംഗങ്ങളുടെ അയോഗ്യതയെ പറ്റി പറയുന്നത്, ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് നിയമസഭാ മെമ്പറിനെ പറ്റി പറയുന്നത്. ഇനി ഏതൊക്കെ കാരണങ്ങൾ കൊണ്ട് സഭയിലെ അംഗത്വം നഷ്ടപ്പെടാം എന്ന് ചോദിച്ചാൽ, ഒന്ന് സഭാംഗത്തിനെ പാപ്പരായിട്ട് പ്രഖ്യാപിക്കുന്നു, നിർധനനായിട്ട് മാറുന്നു, അങ്ങനെയെങ്കിൽ സഭാംഗത്വം നഷ്ടപ്പെടും. അതുപോലെ സഭാംഗത്തിന് ചിത്തഭ്രമം സംഭവിക്കുകയോ സഭാംഗമായിരിക്കെ മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം സ്വീകരിക്കുകയോ അല്ലെങ്കിൽ സഭയിൽ അംഗമായിരിക്കുന്ന സമയത്ത് ആദായം പറ്റുന്ന മറ്റൊരു ഗവൺമെന്റ് പദവി സ്വീകരിക്കുന്ന സാഹചര്യത്തിലോ അല്ലെങ്കിൽ കൂറുമാറ്റം നടത്തുന്ന സാഹചര്യത്തിലോ എന്ത് ചെയ്യാം? സഭാ അംഗത്വം നഷ്ടപ്പെടാം. ഇനി 52ാം ഭേദഗതിയിലൂടെ ഭരണഘടനയോട് കൂട്ടിച്ചേർക്കപ്പെട്ട പട്ടിക ഏതെന്ന് ചോദിച്ചാൽ ഏത് പട്ടികയാണ്? 10ാമത്തെ പട്ടികയാണ് കേട്ടോ. കൂറുമാറ്റത്തെ പറ്റി പ്രതിപാദിക്കുന്ന നമ്മുടെ ഭരണഘടനയിലെ പട്ടിക ഏതെന്ന് ചോദിച്ചാൽ ഏത് പട്ടികയാണ്? 10ാമത്തെ പട്ടികയാണ്. എന്താണ് പട്ടിക അഥവാ സ്കെഡ്യൂൾ എന്ന് ചോദിച്ചാൽ അതറിയാലോ. അതായത് ഭരണഘടനയിലെ ചില അനുച്ഛേദങ്ങൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? വിവരണാത്മകമാക്കേണ്ടി വരും. അതായത് ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ടേബിളൊക്കെ ആക്കി കുറെ കാര്യങ്ങൾ കൊടുക്കേണ്ടി വരും. അപ്പൊ അത് നമ്മുടെ ഭരണഘടനയോട് കൂട്ടിച്ചേർത്ത് കൊടുത്താൽ ഭരണഘടന വീണ്ടും വലുതാവും അല്ലെ. അതുകൊണ്ട് ഇത് സെപ്പറേറ്റ് ഒരു ഭാഗത്തേക്ക് മാറ്റിയിടുന്നു, അത് പട്ടിക എന്ന് പറയുന്നു അല്ലെ. അപ്പൊ ഇത്തരത്തിൽ അനുച്ഛേദങ്ങളുടെ വിവരണാത്മകമായ രൂപത്തിനെയാണ് നമ്മൾ പട്ടിക അഥവാ സ്കെഡ്യൂൾ എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 102ലും 191ലും പ്രതിപാദിക്കുന്ന കൂറുമാറ്റ പ്രകാരമുള്ള അയോഗ്യതയുടെ വിവരണാത്മക രൂപമാണ് ഏത് പട്ടികയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്? 10ാമത്തെ പട്ടികയിൽ കാണാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പൊ 10ാമത്തെ പട്ടിക എന്ന് കേട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിൽ എന്താ വരേണ്ടത്? അത് കൂറുമാറ്റമാണ്. ഓക്കെ, ഇനി പാർലമെന്റ് അംഗങ്ങളെയും നിയമസഭാ അംഗങ്ങളെയും 3 കാറ്റഗറി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്നാമത്തെ കാറ്റഗറി എന്താണ്? രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലത്തോടെ തിരഞ്ഞെടുക്കുന്നവരുണ്ട് അല്ലെ. രാഷ്ട്രീയ പാർട്ടിയുടെ ആ ഒരു സപ്പോർട്ടോട് കൂടി ജയിച്ചു വരുന്ന ആൾക്കാരുണ്ട്. അതാണ് എന്ത്? ഈ ഒരു കേസ്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് സ്വതന്ത്രരായിട്ട് മത്സരിച്ച് തെരഞ്ഞെടുക്കപ്പെടുന്നവരുണ്ട് അല്ലെ. അതുപോലെ തന്നെ നോമിനേറ്റ് ചെയ്തു വരുന്ന സഭാ അംഗങ്ങളുണ്ട്. അങ്ങനെ 3ആയിട്ടാണ് നമ്മൾ ഈ സഭാ അംഗങ്ങളെ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലത്തോടെ തെരഞ്ഞെടുക്കുന്നവരുണ്ട്, സ്വതന്ത്രരായി മത്സരിച്ച് തെരഞ്ഞെടുക്കപ്പെടുന്നവരുണ്ട്, അതുപോലെ തന്നെ നോമിനേറ്റ് ചെയ്ത് സഭാ അംഗങ്ങളാകുന്ന വ്യക്തികളുമുണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ
തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പാർലമെന്റ് അംഗങ്ങളും നിയമസഭാ അംഗങ്ങളും ആകുന്ന സഭാംഗങ്ങൾ കൂറുമാറ്റ കാരണങ്ങൾ എന്തെല്ലാമാണ്? അതായത് തെരഞ്ഞെടുത്ത് വരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ലേബലിൽ വരുന്ന ഒരംഗം, ഓക്കെ, ആ അംഗം എന്ത് ചെയ്യുന്നു, ആ അംഗത്തെ ഏതൊക്കെ കാരണങ്ങൾ കൊണ്ട് കൂറുമാറ്റത്തിന്റെ കീഴിൽ കൊണ്ടുവരാമെന്ന് ചോദിച്ചാൽ എന്തൊക്കെയാണ്? സ്വന്തം താല്പര്യ പ്രകാരം പാർട്ടിയുടെ അംഗത്വം എന്ത് ചെയ്യുന്നു, രാജിവെക്കുന്നു. ഓക്കെ, എന്തൊക്കെ കാരണങ്ങളാണ്? സ്വന്തം താല്പര്യ പ്രകാരം പാർട്ടിയുടെ അംഗത്വം രാജിവെക്കുന്നു. യഥാർത്ഥത്തിൽ ആ വ്യക്തി ജയിച്ചു വന്നത് ആ പാർട്ടിയുടെ പേരിലായിരുന്നു അല്ലെ. അപ്പോൾ സ്വന്തം താല്പര്യ പ്രകാരം എന്ത് ചെയ്യുകയാണ്? ആ പാർട്ടിയുടെ അംഗത്വം രാജിവെക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു? കൂറുമാറ്റമായിട്ട് കണക്കാക്കും കേട്ടോ. അതുപോലെ സഭയിലെ വോട്ടെടുപ്പിൽ നിന്നും മാറി നിൽക്കുന്നു, അതും എന്താണ്? കൂറുമാറ്റമായിട്ട് കണക്കാക്കും. പാർട്ടിയുടെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി വോട്ട് ചെയ്യുകയോ ചെയ്താൽ കൂറുമാറ്റ പരിധിയിൽ ഉൾപ്പെടുന്നതാണ്. സോ ഇത്തരത്തിലുള്ള 3 കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യാം? തെരഞ്ഞെടുത്ത് വരുന്ന ഒരു അംഗത്തെ നമുക്ക് കൂറുമാറ്റ കാരണങ്ങളായിട്ട് കണക്കാക്കാനായിട്ട് സാധിക്കും. ഇനി തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പാർലമെന്റ് അംഗങ്ങളും നിയമസഭാ അംഗങ്ങളും ആകുന്ന സഭാംഗങ്ങൾ കൂറുമാറ്റ കാരണങ്ങൾ എന്തെല്ലാമാണ്? തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പാർലമെന്റ് അംഗങ്ങളും നിയമസഭാ അംഗങ്ങളും, ഓക്കെ, സ്വന്തം താല്പര്യപ്രകാരം പാർട്ടിയുടെ അംഗത്വം രാജിവെക്കുകയോ സഭയിലെ വോട്ടെടുപ്പിൽ നിന്ന് മാറി നിൽക്കുകയോ പാർട്ടിയുടെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി വോട്ട് ചെയ്യുക, സെയിം കാര്യം തന്നെയാണ്, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നതാണ്. ഓക്കെ, ഇനി പാർലമെന്റിലെയും നിയമസഭയിലെയും സ്വതന്ത്ര അംഗങ്ങൾ കൂറുമാറ്റ പരിധിയിൽ പെടാവുന്ന കാരണങ്ങൾ എന്തെല്ലാം എന്ന് ചോദിച്ചാൽ എന്താണ് കാരണം? എന്താ നോക്കൂ, സ്വതന്ത്രനായിട്ട് മത്സരിച്ച് വിജയിച്ച സഭാംഗം ഏതെങ്കിലും പാർട്ടിയിൽ അംഗത്വം എടുത്താൽ അത് കൂറുമാറ്റ പരിധിയിൽ പെടും കേട്ടോ. മറ്റേത് തെരഞ്ഞെടുത്ത് പാർട്ടിയുടെ ലേബലിൽ വന്നാൽ പാർട്ടിക്കെതിരായിട്ട് പ്രവർത്തിച്ചാൽ അത് കൂറുമാറ്റമാണ്. സ്വതന്ത്രനായിട്ട് വന്ന് ഏതെങ്കിലും പാർട്ടിയിൽ ചേർന്നാൽ അത് കൂറുമാറ്റമായിട്ട് കണക്കാക്കും. ഓക്കെ, അതുപോലെ പാർലമെന്റിലെയും നിയമസഭയിലെയും നോമിനേറ്റഡ് അംഗങ്ങൾ കൂറുമാറ്റ പരിധിയിൽ വരുന്നത് ഏത് സാഹചര്യത്തിലാണെന്ന് ചോദിച്ചാൽ, നോമിനേറ്റഡ് അംഗമായി പാർലമെന്റിലോ നിയമസഭയിലോ എത്തുന്ന അംഗങ്ങൾ 6 മാസത്തിനകം പാർട്ടി അംഗത്വം എടുത്താൽ കൂറുമാറ്റ പരിധിയിൽ പെടത്തില്ല. ഓക്കെ, അപ്പൊ നോമിനേറ്റ് ചെയ്ത് വരുന്ന അംഗങ്ങൾ 6 മാസത്തിനകം എന്ത് ചെയ്തിരിക്കണം? ഏതെങ്കിലും ഒരു പാർട്ടിയിൽ അംഗത്വം എടുത്തിരിക്കണം. അങ്ങനെയെങ്കിൽ കൂറുമാറ്റത്തിന്റെ പരിധിയിൽ വരത്തില്ല. പക്ഷേ ഇയാളെ വന്നതിന് ശേഷം 6 മാസത്തിന് ശേഷം പാർട്ടിയിൽ അംഗത്വം എടുത്തില്ലെങ്കിൽ എന്ത് പറ്റും? കൂറുമാറ്റ പരിധിയിൽ ഉൾപ്പെടും. ഓക്കെ, 6 മാസത്തിന് ശേഷം പാർട്ടിയിൽ അംഗത്വം എടുത്താൽ കൂറുമാറ്റ പരിധിയിൽ ഉൾപ്പെടും. 6 മാസത്തിന് ശേഷം എന്ത് ചെയ്യരുത്? പാർട്ടിയിൽ അംഗത്വം എടുക്കരുത്. അതായത് 6 മാസത്തിനകം അംഗത്വം എടുത്തിരിക്കണം. അതിനുശേഷം എടുത്താൽ എന്തായിട്ട് കണക്കാക്കുമെന്നാണ് പറയുന്നത്? കൂറുമാറ്റ പരിധിയിൽ കണക്കാക്കുമെന്നാണ് പറയുന്നത്. ഇനി സഭാംഗങ്ങൾക്കുള്ള കൂറുമാറ്റത്തിന്റെ അയോഗ്യതയെ സംബന്ധിച്ച് അവസാന തീരുമാനം കൈക്കൊള്ളുന്നത് ആരാണ്? സഭയിലെ പ്രിസൈഡിംഗ് ഓഫീസറാണ് എന്ത് ചെയ്യുന്നത്? കൂറുമാറ്റ പ്രകാരമുള്ള ആ ഒരു തീരുമാനം എടുക്കുന്നത്. ഇപ്പം പ്രിസൈഡിംഗ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ലോക്സഭയുടെ കേസിൽ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറുമാണ്. രാജ്യസഭയുടെ കേസിലാണെങ്കിൽ ചെയർമാനും ഡെപ്യൂട്ടി ചെയർമാനുമാണ്. നിയമസഭയുടെ കേസിലാണെങ്കിൽ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറുമാണ് എന്ത് ഈ പ്രിസൈഡിംഗ് ഓഫീസർ ആയിട്ടുള്ളത് അല്ലെ. അപ്പൊ അവരാണ് ഈ കൂറുമാറ്റവുമായി ബന്ധപ്പെട്ട തീരുമാനം എടുക്കുന്നത്. ആക്ട് പ്രകാരം കോടതിക്ക് അതിനകത്ത് ഇടപെടാൻ പറ്റുമോ? ഇല്ല, അവർക്ക് അതിനകത്ത് ഇടപെടാൻ സാധിക്കില്ല. എന്നാൽ 1993 സുപ്രീം കോടതി വിധി പ്രകാരം പ്രസ്തുത തീരുമാനത്തിൽ കോടതിക്ക് ഇടപെടാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നോക്കൂ, ആദ്യമേ പറ്റില്ലായിരുന്നു. എന്നാൽ 1993 സുപ്രീം കോടതി പറയുന്നു, വിധി പറയുകയാണ് എന്ത് ചെയ്യാം? ഈ കൂറുമാറ്റവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കോടതിക്ക് ഇടപെടാൻ സാധിക്കും എന്നുള്ളൊരു വിധി കൊണ്ടുവരുന്നു. ഇനി പ്രിസൈഡിംഗ് ഓഫീസേഴ്സിന്റെ കേസ് നോക്കിക്കേ. ലോക്സഭയുടെ പ്രിസൈഡിംഗ് ഓഫീസർ ലോക്സഭാ സ്പീക്കറാണ്. ലോക്സഭാ സ്പീക്കർ ഇല്ലെങ്കിലാണ് ലോക്സഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ പ്രിസൈഡിംഗ് ഓഫീസർ ആകുന്നത്. അതുപോലെ തന്നെ രാജ്യസഭയുടെ പ്രിസൈഡിംഗ് ഓഫീസർ രാജ്യസഭാ ചെയർമാനാണ്. നിയമസഭയുടെ പ്രിസൈഡിംഗ് ഓഫീസർ നിയമസഭാ സ്പീക്കറാണ്. ഇനി മറ്റ് കാരണങ്ങൾ കൊണ്ട് ഒരു പാർലമെന്റ് അംഗത്തെ അയോഗ്യതയെ സംബന്ധിച്ച് അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. ഓക്കെ, അപ്പൊ ഒരു പാർലമെന്റ് അംഗത്തിന്റെ കൂറുമാറ്റവുമായി ബന്ധപ്പെട്ട അയോഗ്യത മാത്രമാണ് ആര് തീരുമാനിക്കുന്നത്? അവിടെ നമ്മുടെ പ്രിസൈഡിംഗ് ഓഫീസർമാർ തീരുമാനിക്കുന്നത്. ഇനി മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണ് അയോഗ്യത ആക്കേണ്ടത് എങ്കിൽ അവിടെ തീരുമാനം എടുക്കുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. ഏത് ആർട്ടിക്കിൾ പ്രകാരം? ആർട്ടിക്കിൾ 103 പ്രകാരമാണ്. ഓക്കെ, ഇനി മറ്റ് കാരണങ്ങൾ കൊണ്ട് ഒരു നിയമസഭാ അംഗത്തിന്റെ അയോഗ്യതയെ സംബന്ധിച്ച് അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നത് ഗവർണറാണ്. അത് സംസ്ഥാനങ്ങളുടെ നിയമസഭയുടെ കേസിലാണെങ്കിൽ, നിയമസഭാ അംഗത്തിന്റെ കേസാണെങ്കിൽ അത് തീരുമാനമെടുക്കുന്നത് ഗവർണർ ആയിരിക്കും. ഏത് ആർട്ടിക്കിൾ പ്രകാരം? ആർട്ടിക്കിൾ 192 പ്രകാരമാണ് കേട്ടോ. ഇനി പ്രസിഡന്റും ഗവർണർമാരും അന്തിമ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഭിപ്രായം തേടേണ്ടതും കമ്മീഷന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം
തീരുമാനിക്കണം എന്ന് കൂടിയുള്ള വ്യവസ്ഥയുണ്ട്. ഓക്കെ, അപ്പോ പാർലമെന്റ് അംഗത്തിന്റെ കേസിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണ് അയോഗ്യതയെങ്കിൽ അത് തീരുമാനമെടുക്കുന്നത് രാഷ്ട്രപതിയും. ഇനി സംസ്ഥാന നിയമസഭാ അംഗത്തിന്റെ കേസിൽ കൂറുമാറ്റമല്ലാതെ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണ് അയോഗ്യത കൽപ്പിക്കുന്നതെങ്കിൽ അവിടെ തീരുമാനമെടുക്കുന്നത് ഗവർണറുമാണ്. ഓക്കെ, അവർ പക്ഷെ എന്ത് ചെയ്തിരിക്കണം? തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് കൂടിയാലോചന നടത്തിയിരിക്കണം. ഇനി കൂറുമാറ്റ വ്യവസ്ഥയെ കുറിച്ച് 10ാം പട്ടികയെ അടിസ്ഥാനപ്പെടുത്തി നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം ആർക്കാണ്? 10ാമത്തെ പട്ടികയിൽ കൂറുമാറ്റം അല്ലേ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നിർമ്മിക്കണമെങ്കിൽ അതിനുള്ള അധികാരമുള്ളത് സഭയിലെ പ്രിസൈഡിംഗ് ഓഫീസർക്കാണ് നിയമനിർമ്മാണം നടത്താൻ അധികാരം ഉള്ളത്. ഇനി കൂറുമാറ്റ നിയമപ്രകാരം അയോഗ്യനാക്കപ്പെട്ട ആദ്യത്തെ ലോക്സഭാ അംഗമാരായിരുന്നു? അത് ലാൽദു ഹോമെ ആയിരുന്നു അല്ലെ. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മിസോറാം മണ്ഡലത്തിൽ നിന്നും വിജയിച്ച ലാൽദു ഹോമെയാണ് എന്ത് ചെയ്യുന്നത്? കൂറുമാറ്റത്തിന്റെ നിയമപ്രകാരം ആദ്യമായിട്ട് അയോഗ്യനാക്കുന്നത്. ഇദ്ദേഹം അങ്ങനെ വിജയിച്ചെങ്കിലും 1986 ലോക്സഭാ അംഗമായിരിക്കെ കോൺഗ്രസ് അംഗത്വം എന്ത് ചെയ്തു? രാജിവെച്ചു. 1988 ലോക്സഭാ സ്പീക്കർ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ലാൽദു ഹോമെ എന്ത് ചെയ്യുന്നു? പാർലമെന്റിൽ നിന്നും അയോഗ്യനാക്കുന്നു. ഓക്കെ, അങ്ങനെയെങ്കിൽ ലോക്സഭയിലും നിയമസഭയിലും കൂറുമാറ്റ നിയമപ്രകാരം അയോഗ്യനാക്കപ്പെട്ട ആദ്യ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു ലാൽദു ഹോമ. മറ്റേ ലോക്സഭ കേസ് മാത്രം പറഞ്ഞാൽ ലാൽദു ഹോമയുടെ പേര് പറയാം, ലോക്സഭയിലും നിയമസഭയുടെ കേസ് പറഞ്ഞാലും ലാൽദു ഹോമയാണ് കേട്ടോ. 2020 സ്വതന്ത്രനായി മിസോറാം നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തു ലാൽദു ഹോമ. എന്നാൽ ഇലക്ഷന് ശേഷം രൂപം കൊണ്ട സോറാം പീപ്പിൾസ് മൂവ്മെന്റ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു. ഇത് കൂറുമാറ്റ നിരോധന പരിധിയിൽ വന്നതുകൊണ്ട് വീണ്ടും MLA സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കപ്പെട്ടു. ഇതുപ്രകാരം അദ്ദേഹത്തിന് ലോക്സഭയിലും നിയമസഭയിലും കൂറുമാറ്റ നിയമപ്രകാരം അയോഗ്യനാക്കപ്പെട്ട വ്യക്തിയായിട്ട് ആര് മാറുന്നു? ലാൽദു ഹോമ മാറുന്നു. ഇനി കൂറുമാറ്റ നിയമപ്രകാരം അയോഗ്യനാക്കപ്പെട്ട ആദ്യത്തെ കേരള നിയമസഭാ അംഗം R ബാലകൃഷ്ണ പിള്ളയാണ് കേട്ടോ. R ബാലകൃഷ്ണ പിള്ളയാണ് കേരളത്തിലെ നിയമസഭാ അംഗത്വം നഷ്ടപ്പെട്ട, കൂറുമാറ്റത്തിന്റെ പേര് നഷ്ടപ്പെട്ട ആദ്യത്തെ വ്യക്തി. ഇതെന്താണെന്ന് ചോദിച്ചാൽ 1988 കാലഘട്ടത്തിൽ കേരള കോൺഗ്രസ് ഗ്രൂപ്പിലൂടെ, ജോസഫ് ഗ്രൂപ്പിലൂടെയാണ് MLA ആയ വ്യക്തിയായിരുന്നു R ബാലകൃഷ്ണ പിള്ള. എന്നാൽ ആ കാലഘട്ടത്തിൽ UDF ഗ്രൂപ്പിനോടൊപ്പമായിരുന്നു ജോസഫ് ഗ്രൂപ്പ്. എന്നാൽ ജോസഫ് ഗ്രൂപ്പ് മുന്നണി വിട്ട് LDF-ലേക്ക് പോയപ്പോഴും ബാലകൃഷ്ണ പിള്ള എന്ത് ചെയ്യുന്നു? UDF-നോടൊപ്പം നിന്ന് പാർട്ടി തീരുമാനത്തിന് എതിരായിട്ട് പ്രവർത്തിച്ചു. അങ്ങനെയാണ് അദ്ദേഹത്തെ R ബാലകൃഷ്ണ പിള്ളയെ അന്നത്തെ നിയമസഭാ സ്പീക്കറായിരുന്ന വർക്കല രാധാകൃഷ്ണൻ എന്ത് ചെയ്യുന്നു? കൂറുമാറ്റ നിയമപ്രകാരം അയോഗ്യനാക്കുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ 52ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. അപ്പൊ 52 എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ കൂറുമാറ്റമായിരിക്കണം വരേണ്ടത്. അവിടെ അതുമായി ബന്ധപ്പെട്ട പട്ടിക ഏതെന്ന് ചോദിച്ചാൽ 10ാമത്തെ പട്ടികയാണ്. അപ്പൊ 10ാമത്തെ പട്ടിക കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതെന്ന് ചോദിച്ചാൽ അത് 52ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിച്ച് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഇതിലൂടെ ഫ്രീ ക്ലാസ്സസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നോട്ടും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് അവിടെ ആയിരിക്കും ലഭിക്കുന്നത്. അത് മാത്രമല്ല, നിങ്ങൾക്ക് റീൽസിലൂടെ പഠിക്കണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനൽ കൂടി ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിന്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ അത് കണ്ടിന്യൂ ചെയ്ത് ഫോളോ ചെയ്ത് വരിക. ഓക്കെ, അപ്പോൾ നമുക്കിനി മറ്റൊരു ക്ലാസ്സിൽ കാണാം. താങ്ക്